ആഹാ എന്താ ചിരി, ആ മുഖത്ത് സന്തോഷം കണ്ടില്ലേ ഗൈസ്. ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമ്മൾ ഇന്ന് പോകുന്നത് മൈസൂരിലോട്ടാണ്. മൈസൂർ എന്ന് പറഞ്ഞാലേ ഒരു വികാരമാണ്. ഞാൻ 2 കൊല്ലം മൈസൂരുണ്ടായിരുന്നു. അപ്പോൾ മൈസൂർ എന്ന് പറയുമ്പോൾ നമ്മൾ സെക്കൻഡ് ഹോം എന്നൊക്കെ പറയണ പോലെയാണ്. ഒരുപാട് കൂട്ടുകാരെ എനിക്ക് കിട്ടിയ സ്ഥലമാണ്. ഒരുപാടെന്ന് പറഞ്ഞാൽ നമ്പറിലല്ല, കിട്ടിയതെല്ലാം നല്ല കൂട്ടുകാരായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ചെസ് നമ്പർ 1 ഓൺ ദ സ്റ്റേജ്. അപ്പോഴേക്കും ചെസ് നമ്പർ 2 എത്തി. ഇന്ന് എല്ലാവർക്കും നാണമാണ് ഗൈസ്. ഞാൻ ഇവിടെ ക്യാമറയും പൊക്കി പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ വല്ലപ്പോഴും കാണുന്നവരല്ലേ, അപ്പോൾ നമ്മൾ ക്യാമറ പകർത്തില്ലെങ്കിൽ മോശമല്ലേ. ഇനി എന്നാ കാണാമെന്നറിയില്ല. അപ്പോൾ ഇതൊക്കെ ഒരു മെമ്മറി ആണല്ലോ. അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയ പരിപാടിക്ക് വന്നതാണ്. അപ്പം അതിൻ്റെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ നടന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് എത്തിയപ്പോഴേക്കും അടുത്ത ചെസ് നമ്പർ എത്തി. ചെസ് നമ്പർ 3 ഓൺ ദ സ്റ്റേജ്. പിന്നെ കുറച്ച് സംസാരങ്ങൾ. ഹലോ ഗൈസ്. യെസ്, ഞാൻ ഇവിടെ ചാനലിലേക്ക് വന്നിരിക്കുകയാണ്. ഗസ്റ്റ് അപ്പിയറൻസ്. ഇതിന്റെ സത്യാവസ്ഥ ഞാനാണ് വോയിസ് ഓവർ ചെയ്യാ. അല്ല ഇടക്കിട്ടുന്ന അതൊക്കെ ഇടണം. അതെ ഗൈസ്, പിള്ളേരൊരാഗ്രഹം പറഞ്ഞാൽ അതൊക്കെ ഇടണ്ടേ, അതുകൊണ്ട് ഇട്ടു. കേട്ടോ ദിവ്യേ? അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയോ വർത്താനം പറഞ്ഞ് നിൽക്കായിരുന്നു. അപ്പം ഇവർ പറയായിരുന്നു, നിനക്ക് അങ്ങനെ ഒരാഴ്ചത്തേക്കുള്ള കണ്ടന്റ് കിട്ടിയല്ലേടിന്ന്. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ അല്ലാണ്ട് ചുമ്മാണ്ടാണോ ഞാൻ ഇവിടേക്ക് വണ്ടിയും കയറി വന്നേക്കുന്നതെന്ന്. നിങ്ങളെ എല്ലാവരും നിൽക്കുന്നത് എൻ്റെ കണ്ടന്റാണ്. അങ്ങനെ പറഞ്ഞ് കുറേ ചിരിച്ച് നിൽക്കുമ്പോഴേക്കും അടുത്ത ചെസ് നമ്പർ 4ഉം 5ഉം 6ഉം എല്ലാവരും കൂടെ ഒരുമിച്ച് അതാ വരുന്നു ഓട്ടോറിക്ഷയിൽ. അങ്ങനെ അവരെ കൂടെ ക്യാമറ പകർത്തി അവർ ഓഫീസിൽ പോയതായിരുന്നു. ഇനിയും ഒരുപാട് ചിരിയും കളികളും കാണാനുണ്ട് ഗൈസ്. ഇനി എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഒതുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.